ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹെൽത്ത് കെയർ വീഡിയോ ആണേ. അപ്പോൾ ഇന്ന് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സലാഡ് വെള്ളരി എടുത്തിട്ടുണ്ട്, ഒരു ലെമൺ എടുത്തിട്ടുണ്ട്, പിന്നെ നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ 2 നെല്ലിക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പുതിന ഒരു ബഞ്ച് പുതിന, പിന്നെ ഒരു ജിഞ്ചർ എടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ട് നമുക്ക് കുറച്ച് സോൾട്ട് കൂടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെന്നും നമ്മൾ കഴിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല. കാരണം എന്താ അറിയോ, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് അയൺ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുള്ളതാണ്. അപ്പോൾ ചിലർക്ക് അയൺ കണ്ടൻറ്റിൻ്റെ കൂടുതൽ കാരണവും പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ബാക്കിയെല്ലാം ഏകദേശം നമുക്ക് എന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നാലും വല്ലപ്പോഴും ഒക്കെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാം. അല്ലാണ്ട് ഇത് നമുക്ക് സലാഡായിട്ട് രാത്രി സലാഡായിട്ട് കട്ട് ചെയ്ത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ജ്യൂസ് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സലാഡ് വെള്ളരി എല്ലാം കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്കയും അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു ഫുൾ ഇഞ്ചി വേണ്ട എന്നുള്ളവർക്ക് ഹാഫ് എടുത്തിട്ടായാലും മതിയാവും. പക്ഷേ ഇഞ്ചി നമ്മുടെ സ്റ്റൊമക്കിന് ഏറ്റവും നല്ലൊരു സംഭവം ആയതുകൊണ്ടും സ്റ്റൊമക്ക് ഇഷ്യൂസ് ഏകദേശം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വലിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നാരങ്ങ കുരു കളഞ്ഞ് എന്താ പറയുക മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ലാസ്റ്റ് മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി വയ്ക്കുവാണ്. പിന്നെ അടുത്തതായിട്ട് പുതിന ഇല നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇതിലിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഉള്ളതൊക്കെ വെച്ചിട്ട് ജ്യൂസ് പോലെയൊക്കെ ആക്കാൻ പറ്റും. പക്ഷേ ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. സലാഡ് വെള്ളരി വേണം. എന്താ പറയുക, ഹെൽത്തിൽ എപ്പോഴും ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണേ എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ സലാഡ് വെള്ളരി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നെല്ലിക്ക ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ പുതിന ലീവ്സ് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ജ്യൂസ് മിക്സ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ അടിച്ചാലും ഇതിൽ കുറച്ച് കട്ടകൾ ചിലപ്പോൾ ബാക്കി കാണും. എങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അത് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിച്ച് എടുക്കും. കാരണം അതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ 1-2 പ്രാവശ്യം നമ്മൾ അരിച്ച് അത് വെള്ളമായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്താലേ നമുക്കിത് ഫുള്ളായിട്ട് നല്ല രീതിയിലുള്ളൊരു ജ്യൂസ് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അരിച്ചെടുത്തിട്ട് ബാക്കി വരുന്നത് ഈ ഒരു സംഭവമായിട്ടില്ലേ, അത് ഒരു കാരണവശാലും നിങ്ങൾ കളയരുത് കേട്ടോ. ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ അടിപൊളി സാധനമാണ് കേട്ടോ. കണ്ണിൻ്റെ ചുറ്റും ഉള്ള കറുപ്പൊക്കെ മാറാൻ സലാഡ് വെള്ളരി വളരെ നല്ലതാണ്. പുതിന അതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഫേസിന് നല്ലൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ബാക്കി വരികയാണെങ്കിൽ കളയരുത്. ഇത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുക. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല എങ്കിൽ നമുക്കത് അപ്പം തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോ അതായത് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ അതൊരു ഐസ് ക്യൂബ് പോലെ ആവും. പിന്നെ ആ ഒരു ക്യൂബ് നിങ്ങൾക്ക് ഫേസിൽ റബ്ബ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. സൈനസൈറ്റിസ് പോലത്തെ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സംഭവങ്ങളൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അത്ര നല്ലതല്ല. അങ്ങനെയുള്ളവർ ഇത് ട്രൈ ചെയ്യണ്ട. അല്ലാതെ ഉള്ളവർ എന്തായാലും ഇത് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഡാർക്ക് സർക്കിൾസും ടാനും എല്ലാം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങാ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഹാഫ് അല്ലെങ്കിൽ ഒരു ഫുൾ നാരങ്ങ, നിങ്ങളുടെ എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കിട്ടി എന്നതിനനുസരിച്ച് ആഡ് ചെയ്യുക.
അപ്പോൾ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് നാരങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സോൾട്ട് വേണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമുക്കിപ്പം സാധാരണ ജ്യൂസൊക്കെ കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലല്ലേ, ഇതിപ്പോൾ സോൾട്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല, ആർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണേ. അപ്പോൾ മിക്സ് ചെയ്യുവാണ്. കേശുക്കുട്ടൻ അമ്മയെ ഹെൽപ്പ് ചെയ്യുവാണ്. മിക്സ് ചെയ്തു. കേശു അത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ആദ്യം തന്നെ കേശുട്ടനാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റത്തെ ജഡ്ജാണ് കേശുക്കുട്ടൻ. കേശു ജഡ്ജ് കഴിച്ചിട്ട് പറയും കേശു എങ്ങനെയുണ്ട്. അടിപൊളി, സൂപ്പർ, ഹെൽത്തി. കേശുവിൻ്റെ ഫേവറേറ്റ് ആണ് അല്ലേ. ലളിതമ്മ പോയല്ലോ, ഇനി അച്ഛന് കൊടുക്കണം, അമ്മൂമ്മയ്ക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.